ഹായ് കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഒരു തോണിയുടെ വക്കത്ത് അമരത്ത് തലതാഴ്ച്ച് ഉറങ്ങുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട് പല ചിത്രങ്ങളിലും. കടലു അപ്പുറത്ത് ഭയങ്കര ശബ്ദത്തിൽ, വലിയ ശബ്ദത്തിൽ കടലിൻ്റെ കരയിൽ പോയാൽ നമുക്കറിയാലോ കടലിൻ്റെ ശബ്ദം. അപ്പോൾ കടലിൻ്റെ ശോഭ ഭയങ്കരമായ ശബ്ദം ഇടുന്ന കടലിൻ്റെ സ്വരം കേട്ടാൽ നമുക്ക് ഭയമാണ്. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ അല്ലെ പ്രകൃതി ആഞ്ഞടിക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കും, കടലിൻ്റെ തോണിയിൽ ശിഷ്യരും ഈശോയും കടലിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വെള്ളം തിരമാല ആഞ്ഞടിക്കുമ്പോൾ കടലിൽ സ്വസ്ഥമായി കുഞ്ഞിനെ പോലെ ശാന്തനായിട്ട് ഈശോ കിടന്നുറങ്ങുകയാണ്. ശിഷ്യന്മാർ ഭയന്ന് വിറച്ച്, തോണിയേക്കാൾ ഉയരത്തിൽ വെള്ളം കണ്ട് അവർ ഭയന്ന് പേടിച്ച് അവർ കരയുകയാണ്. അപ്പം അവർക്കൊരു കാര്യം മറന്നുപോയി. ഈശോ കൂടെ നടന്നപ്പോൾ അന്ധന് കാഴ്ച നൽകുകയും 5 അപ്പം വർദ്ധിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈശോ ഇവിടെ കിടക്കുന്ന കാര്യം അവരറിയുന്നില്ല. അവർ ഈ വെള്ളത്തിലേക്ക് നോക്കി കടലിനെ കണ്ട് ഭയന്ന് ആ ഒരു സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഭീകരതയാണ് ആ പ്രകൃതി. അത് ഭാവനയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ ഭാവനയിലെല്ലാം കാണും, അപ്പോൾ എനിക്ക് ഭയം തോന്നും. ആ സമയത്ത് ഈശോ കിടന്നുറങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? കടലിൻ്റെ തിരയുടെ ശബ്ദം, ചില ശബ്ദങ്ങൾ കൊതുക് കാറുമ്പോൾ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അത്രയ്ക്കും ശബ്ദമുള്ളപ്പോൾ തല ചായ്ച്ചുറങ്ങുകയാണ് ഈശോയെ നോക്കുമ്പോൾ ശിഷ്യന്മാർ, ഞങ്ങളും മരിക്കാൻ പോകാതെ ഇവനും കിടന്നുറങ്ങുക, ഇവനെ മുട്ടി വിളിച്ചേക്കാം. ഈശോയെ, ഗുരുവോ, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. കർത്താവ് അന്നേരം എഴുന്നേറ്റ് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. അവിടെയും വിശ്വാസം കൊടുക്കുകയായിരുന്നു അവർക്ക്. ഇതേ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളും കടബാധിത, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, സ്നേഹിക്കപ്പെടുന്നില്ല, ജീവിത പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വരുന്നു. ഇങ്ങനെയൊക്കെ കയറുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തു ഉണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുവാനാണ് പറയുന്നത്. ക്രിസ്തുവിനെ വിളിക്കൂ, മറ്റൊന്നിനെ വിളിക്കരുത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചുറ്റും വരും. നമ്മളൊന്നിനെ പേടിക്കരുത്. ക്രിസ്തുവിനെ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും വിചാരത്തിനും ബോധങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്രിസ്തുവിനെ വിളിക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾ കൈ നീട്ടുമ്പോൾ ചാടുന്നത് പോലെ ക്രിസ്തുവിലേക്ക് ചാടുക, അവനെല്ലാം ശരിയാക്കും. വീഡിയോയ്ക്ക് ലൈക്ക് ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടണം. എല്ലാവരും ലൈക്ക് ഇടണം. ലൈക്കാണ് ഒരു ക്ലിക്ക്. വീഡിയോ ആരിഷ്ടപ്പെട്ടാലും ലൈക്ക് ഇടണം. ലൈക്ക് ഇടാൻ അറിയാത്തവരോടാണ് പറയുന്നത്, ലൈക്ക് ഇടണം.